സഭയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം സംവിധാനത്തിലെ പരാജയമാണ് മരുന്നുക്ഷാമത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. എന്നാൽ രോഗികൾക്ക് മരുന്ന് ലഭിക്കാത്ത സാഹചര്യമില്ലെന്ന് പ്രതിപക്ഷം സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. നിലവിലുണ്ടായിരുന്ന സിസ്റ്റം ഫെയിൽ ചെയ്ത് ആശുപത്രികളിൽ മരുന്ന് ലഭ്യമായിട്ടില്ല. മാത്രമല്ല, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വരെ കത്തിച്ചു കളയേണ്ട മരുന്നാണ്, നശിപ്പിച്ചു കളയേണ്ട മരുന്നാണ് ഈ ആശുപത്രികളിലൂടെ വിതരണം നടത്തിയെന്ന് C&AG റിപ്പോർട്ട് വരെ സാർ വന്നിരിക്കുന്നു. ഇവിടെ മരുന്നുകളില്ല എന്ന് മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, രോഗികൾ റിപ്പോർട്ട് ചെയ്തു, ജനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരുന്നില്ല, മരുന്ന് എല്ലായിടത്തും ആവശ്യമായ മരുന്നുണ്ട് എന്ന് പറയുന്നത് മന്ത്രി മാത്രമാണ്. സാർ, മരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം മരുന്ന് കമ്പനികൾക്ക് ഇഷ്ടംപോലെ പണം കൊടുക്കാനുണ്ട്. KMCs ധാരാളം കോടിക്കണക്കിന് രൂപ. അവർ പ്രോപ്പറായിട്ട് മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണമായിരിക്കും. ഇതുൾപ്പെടെയുള്ള ഈ സിസ്റ്റം മുഴുവൻ തകർന്ന് അവശ്യ മരുന്നുകൾ ലഭ്യമല്ലാത്ത ഈ സ്ഥിതി പരിഹരിക്കാൻ എന്ത് നടപടി ഗവൺമെന്റ് സ്വീകരിക്കും? KMCL വഴി ലഭ്യമാകുന്ന എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ കുറവുണ്ടാകുന്ന സ്ഥാപനങ്ങളിൽ അവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭ്യതക്കുറവ് പരിഹരിക്കുന്നതിനുള്ള നടപടികളും സമയബന്ധിതമായി നടപ്പാക്കി വരുന്നു. ഒരു സാമ്പത്തിക വർഷത്തേക്ക് മരുന്നുകളുടെ ആവശ്യകത കണക്കാക്കി മുൻ സാമ്പത്തിക വർഷം തന്നെ സംസ്ഥാനത്തുള്ള എല്ലാ ആശുപത്രികളും ഇന്റന്റ് തയ്യാറാക്കി KMCLന് നൽകുകയും മരുന്ന് സംഭരണം സംബന്ധിച്ച കലണ്ടർ പ്രകാരം നടപടിക്രമങ്ങൾ പാലിച്ച് സുതാര്യമായ ടെൻഡർ നടപടികളിലൂടെ മരുന്ന് ബന്ധപ്പെട്ട ആരോഗ്യ സ്ഥാപനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള വിപുലമായ സംവിധാനം KMCL ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യമുള്ള മരുന്നുകൾ ഇന്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാൻസ്ഫർ വഴിയും എത്തിക്കുന്നുണ്ട്. മരുന്നുകളുടെ ലഭ്യതക്കുറവ് അവലോകനം ചെയ്യുന്നതിലേക്കായി എല്ലാ ബുധനാഴ്ചകളിലും ആസ്ഥാന കാര്യാലയത്തിലെയും ജില്ലാ മരുന്ന് സംഭരണശാലകളിലെയും ഉദ്യോഗസ്ഥന്മാർ യോഗം ചേരുകയും മരുന്നുകളുടെ കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്.